ആകാശവാണി. നിലാവ് വീണലിഞ്ഞ വീഥികൾ. എ ശശിധരമേനോൻ പല്ലാരിമംഗലം എഴുതിയ നാടകം. ശബ്ദം നൽകുന്നവർ അനിൽ ആറ്റിങ്ങൽ, സന്തോഷ് വെഞ്ഞാറമൂട്, സിനി സുനിൽ, ചന്ദ്രിക വിജയൻ, അരൂർ ശ്രീദേവി, സുരേഷ് പഴവീട്, രാജാനന്ദ് പി, പുനലൂർ ചിത്രൻ. സംവിധാനം റൂബി ബാബു. നിലാവ് വീണലിഞ്ഞ വീഥികൾ. രാമാ, രാമാ, ഓ, നമ്മുടെ കണ്ണാടിപ്പാടത്തെ നെല്ല് കൊയ്യാറായിട്ടുണ്ടാവില്ലേ? ഉവ്, മറ്റന്നാൾ കൊയ്ത്ത് ആരംഭിക്കുകയാണ്. കൊയ്ത്തുകാരെ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. തോപ്പിൽക്കടവ് പാടത്തെയും ആതിരാൻകുടി പാടത്തെയും നെല്ല് വിളഞ്ഞു കിടക്കുകയാണേ. അതും അടുത്ത ദിവസങ്ങളിൽ കൊയ്യാൻ നമ്മുടെ പണിക്കാരെ കൂടാതെ പുറത്തു നിന്നും കൊയ്ത്തുകാരെ വിളിക്കണ്ടേ രാമാ? ഒരു 15 ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് മതിയാവൂടാ? മതിയാവും. കൊയ്ത്തുകാർക്കെല്ലാം ആഹാരം കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടില്ലേ? ഉവ്, കഞ്ഞിയും പുഴുക്കും അസ്ത്രവും വെക്കാൻ പുറപ്പണിക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒന്നിന് ഒരു അമാന്തം ഉണ്ടാവാതെ നോക്കണം. ഉവ്. ആ, ദീപം ദീപം ദീപം. നാരായണ നാരായണ. മാമ, ഈ തുളസിത്തറയിൽ ഒരു തുളസിത്തൈ വെക്കണം. ഇത് അപ്പടി പോയിരിക്കണു. വെക്കാൻ കുഞ്ഞേ. അച്ഛാ, എനിക്ക് നാളെ പരീക്ഷ തുടങ്ങാം. എനിക്ക് ഓർമ്മയുണ്ട്. മോള് എല്ലാം നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടച്ചാ. രാമാ, നാളെ രാവിലെ മോളുടെ പേരിൽ അമ്പലത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. ചെയ്യാം. മോള് രാവിലെ കാവിലും കുടുംബക്ഷേത്രത്തിലും വിളക്ക് വെച്ച് തൊഴുത് പ്രാർത്ഥിക്കണം. എന്നാ മോള് പോയി നാമം ജപിച്ചിട്ട് പഠിച്ചോളൂ. ശരി അച്ഛാ. രാമാ, നമ്മുടെ തെക്കോറത്തെ ചെറിയ വീട് നാളെ തന്നെ ഒന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കണം. ഉവ്, ചെയ്യിക്കാം. ആരെങ്കിലും ചങ്ങാതിമാര് ദൂരദേശത്തുനിന്ന് വരുന്നുണ്ടോ ആവോ? ചങ്ങാതിമാരല്ല, കോഴിക്കോട്ടുനിന്ന് നമ്മുടെ ദാമുവിൻ്റെ മോൻ വരുന്നുണ്ട്. അവനിവിടെ നമ്മുടെ വില്ലേജ് ഓഫീസിൽ ക്ലർക്കായി ജോലി കിട്ടിയിരിക്കുന്നു. ദാമു ആ വിവരം കാണിച്ച് എനിക്ക് കത്തയച്ചിരുന്നു. നാളെ രാവിലെ തന്നെ അത് വൃത്തിയാക്കാം. നമസ്കാരം. ഞാൻ ശരചന്ദ്രൻ അല്ലേ? അതെ. വരൂ വരൂ വരൂ, ആ കസേരയിലോട്ട് ഇരിക്ക്. വേണ്ട, ഞാൻ നിന്നോളാം. താനിരിക്കടോ. സ്നേഹവും ബഹുമാനവും ഒക്കെ മനസ്സിലുണ്ടായാൽ മതി. അതിരിക്കട്ടെ, യാത്രയൊക്കെ സുഖമായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. മോളെ, എന്തോ? നീ ആ ചെറിയ പെരയുടെ താക്കോലിങ് എടുക്ക്. വരുന്നു അച്ഛാ. തനിക്ക് ചെറിയ പെരയിൽ കട്ടിലും കിടക്കയും ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ആഹാരം അത് ഇവിടുന്ന് കഴിക്കാം. അതിവിടെ ബുദ്ധിമുട്ടാവില്ലേ? ഈ നാട്ടിൻ പുറത്ത് ചില ചായപ്പീടികകളല്ലാതെ ഹോട്ടലുകളൊന്നുമില്ല. അച്ഛാ, ദാ താക്കോല്. ഇത് എൻ്റെ മകൾ ഡിഗ്രിക്ക് പഠിക്കുക. ഇവളെ കൂടാതെ എനിക്കൊരു മകനും ഉണ്ട്. അവൻ പട്ടാളത്തിലാ, ക്യാപ്റ്റൻ നന്ദകുമാർ. ഡിഗ്രിക്ക് എന്താണ് മെയിൻ? മലയാളം. ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ മലയാളം എടുത്തത്? അതെ. കഥയെന്നോ കവിതയെന്നോ ഒക്കെ പറഞ്ഞ് ഏതാണ്ടൊക്കെ കുത്തിക്കുറിക്കാറുണ്ട്. മോളെ, ഇത് നമ്മുടെ ദാമുവിൻ്റെ മോൻ ശരചന്ദ്രൻ. മനസ്സിലായി. അച്ഛൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. ഇതാ താക്കോല്. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? അങ്ങനെ ആവട്ടെ. നമസ്കാരം മാഷേ. നമസ്കാരം. നമസ്കാരം. ആരാണെന്നങ്ങോട്ട് ഒട്ടും മനസ്സിലായില്ല. ഞാൻ ശരത്ചന്ദ്രൻ,
ഉം. ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ ക്ലർക്കാണ്. ഓ സ്വദേശം കോഴിക്കോടാണ്. ആ ശരി, ഒരുപാട് പേരൊന്നും ഇങ്ങോട്ട് വരാറില്ല. എന്തായാലും ശരത്തിന് ആ ബെഞ്ചിലോട്ടിരിക്കാം. എനിക്കങ്ങനെ വിളിക്കാമല്ലോ. തീർച്ചയായും അങ്ങനെ വിളിക്കാം. ആ ശരത്തിൻ്റെ സ്വദേശം കോഴിക്കോട്ടാണെന്നല്ലേ പറഞ്ഞേ? അതെ. എനിക്ക് കോഴിക്കോടെന്നാൽ എസ്കേപ്പ് ഒറ്റക്കാടിൻ്റെ നാടാണ്. ഒരു ദേശത്തിൻ്റെ കഥാകാരൻ്റെ അതിരാണിപ്പാടം. മാഷിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? ഈ വായനശാല തന്നെയാണ് എൻ്റെ വീടും. ദാ ആ ചായ്പാണ് എൻ്റെ ലോകം. ആ, മാഷിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ? ജീവിതത്തിൽ ഒരു ഏകാന്ത പതികനാണ് ഞാൻ. പ്രായം 70 അടുക്കുന്നു. ഇക്കണ്ട ദൂരം അത്രയും തനിച്ച് നടന്നു. അധ്യാപനവും വായനയുമായിരുന്നു ലഹരി. അതിലങ്ങോട്ട് ആണ്ടു മുങ്ങി. അസ്തമയ തീരം അടുക്കുമ്പോഴും എന്നെ പിന്തുടരുന്നത് ആ കാലടിപ്പാടുകൾ മാത്രം. ആ അതൊക്കെ പോട്ടെ, ശരത്ത് എവിടെയാ താമസിക്കുന്നേ? ചെമ്പകത്ത് തറവാടിൻ്റെ ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത്. ആ നന്നായി നന്നായി. ഈ നാട്ടിലെ പ്രമാണിയാ ഗംഗാധരൻ നായർ. ആ അദ്ദേഹത്തെ എങ്ങനെയാ പരിചയം? അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്. എൻ്റെ അച്ഛനും ഇതേ വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇതേ ചെമ്പകത്ത് തറവാടിൻ്റെ ഔട്ട് ഹൗസിൽ താമസിച്ചിട്ടുമുണ്ട്. അത് അതിശയമായിരിക്കുന്നല്ലോ. എന്താ കുട്ടിയുടെ അച്ഛൻ്റെ പേര്? ദാമോദര മേനോൻ. ഓ ശിവ ശിവ, ആ എൻ്റെ ദാമുവിൻ്റെ മാനാണോ നീ? അച്ഛനെ അറിയാമോ? അറിയാമോ എന്നോ? ഹോ, അതൊരു കാലം. ഞാൻ സ്കൂളിൽ നിന്ന് വന്ന കുളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ ഇട്ട് ഫ്ലാസ്കിൽ വെക്കുമ്പോഴേക്കും ദാമു വില്ലേജ് ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരും. ചായയൊക്കെ കുടിച്ച് വെടിവട്ടം പറഞ്ഞും വായിച്ച പുസ്തകങ്ങളെ പറ്റി സംസാരിച്ചുമൊക്കെ ഇവിടെയാ നിന്റെ അച്ഛൻ ചിലവഴിച്ചിരുന്നത്. ദാമു ഇവിടെ നിന്ന് പോയ ശേഷം ഏതാണ്ട് ഒരു 3-4 വർഷങ്ങൾ വരെ കത്തിടപാടുകൾ ഉണ്ടായിരുന്നു. പിന്നീട് എപ്പോഴോ അത് നിലച്ചു. അതിരിക്കട്ടെ, അച്ഛന് സുഖം തന്നെയല്ലേ? പ്രായത്തിൻ്റെ ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ സുഖമാണ്. ആ ഞാൻ എന്താണിപ്പോൾ ശരത്തിന് വേണ്ടി ചെയ്തു തരേണ്ടത്? എനിക്ക് ഈ വായനശാലയിൽ ഒരു അംഗത്വം തരണം. തരാമല്ലോ. പക്ഷേ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. എന്താണ്? ഈ വായനശാലയിൽ അംഗമായിട്ടുള്ള ആരെങ്കിലും ഒരാൾ ശരത്തിനെ പരിചയപ്പെടുത്തണം. എനിക്കിവിടെ അങ്ങനെ ആരെയും പരിചയമില്ല. നമസ്കാരം പിഷാരടി മാഷേ. ആ നമസ്കാരം മോളെ. ആ ശരത്തിന് ഈ കുട്ടിയെ അറിയില്ലേ? അറിയാം. ആ അപ്പോൾ നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരമായല്ലോ. എന്താ പ്രശ്നം? ശരത്തിന് ഈ വായനശാലയിൽ ഒരു അംഗമാകണം. അപ്പോൾ ശരത്തിനെ പരിചയപ്പെടുത്താൻ വായനശാലയുടെ ഒരു അംഗം തന്നെ വേണ്ടേ? മോക്ക് ശരത്തിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൂടെ? പിന്നെന്താ, ഞങ്ങളുടെ പുസ്തകങ്ങൾ എടുത്തോണ്ട് കടന്നു കളയരുത്. ശാലിനിക്ക് എങ്ങനെയുള്ള പുസ്തകങ്ങളോടാണ് പ്രണയം? ആ അതിനുത്തരം ഞാൻ പറയാം. മഴ പെയ്യുന്നു. മഴ മാത്രമേ ഉള്ളൂ. കാലവർഷത്തിൻ്റെ വെളുത്ത മഴ. മഴ ഉറങ്ങി. മഴ ചെറുതായി. രവി ചാഞ്ഞു കിടന്നു. അയാൾ ചിരിച്ചു. മഹത്തരം. മലയാള സാഹിത്യ ചരിത്രത്തെ തന്നെ രണ്ടായി പകുത്ത OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം. എനിക്ക് ശാലിനിയിലെ വായനക്കാരിയെ മനസ്സിലാകുന്നു. ശാലിനി മോൾ വായനക്കാരി മാത്രമല്ല കേട്ടോ, ഒരു കൊച്ചു കവയത്രി കൂടിയാണ്. ഏയ് അങ്ങനൊന്നുമില്ല. ചിലപ്പോ മനസ്സിൽ വല്ലാതെ കാർമേഘങ്ങൾ ഉരുണ്ട് കൂടുമ്പോ എന്തൊക്കെയോ കുത്തിക്കുറിക്കും, അത്രമാത്രം. അതിൽ മിക്കതും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ അച്ചടിച്ച് വരാറുണ്ട് കേട്ടോ. ശാലിനിയെ ആദ്യം കണ്ടപ്പോൾ തന്നെ എന്തോ പ്രത്യേകതകളുള്ള ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. അത്രയ്ക്കൊന്നുമില്ല. പിഷാരടി മാഷ് വെറുതെ കൂട്ടി പറയാ. അതിരിക്കട്ടെ, ശരത്തിൻ്റെ സാഹിത്യാഭിരുചി എന്താണ്? അതിനുത്തരം ഇതാണ്. നിറം മങ്ങിയ കമ്പിക്കാലിനപ്പുറത്ത് കൽപ്പടവിൽ മൂടിക്കെട്ടിയ ആകാശം വീണുറങ്ങുന്നു. തണുത്ത തടാകത്തിൽ നോക്കിക്കൊണ്ട് അവൾ നിന്നു. ക്ഷേത്ര പരിസരവും മണൽ വിരിച്ച മുറ്റവും മണ്ഡപവും ഒഴിഞ്ഞുകിടക്കുന്നു. 3 പഹാടി ചെറുക്കന്മാരെ കയറ്റി തുഴഞ്ഞു വരുന്ന ബോട്ടിന്റെ അരയന്ന തല തന്റെ ചുവട്ടിലേക്ക് അടുക്കുന്നത് കണ്ടപ്പോൾ അവൾ നോക്കി. മഞ്ഞ പല്ലുകൾ കാട്ടി ബുദ്ധു ചിരിക്കുന്നു. നൈരാശ്യത്തിൻ്റെ ഓളക്കുട്ടുകളിലേക്ക് മുങ്ങിത്താഴുമ്പോഴും പ്രതീക്ഷയുടെ ഒരു കട്ടിത്തുരുമ്പിട്ട് തരികയാണ് MD എന്ന ദ്വയാക്ഷരി. വിധിയുടെ ജാലകച്ചില്ലിൽ കാഴ്ച മറച്ചുകൊണ്ട് മഞ്ഞിൻ്റെ ആവരണം നൈനിറ്റാൾ തടാകരയിൽ വിമലയും ബുദ്ധുവും
ഞാനും നിങ്ങളും. മനോഹരം, പ്രിയങ്കരം. അഭിരുചികളിൽ വൈജാത്യങ്ങളെക്കാൾ കൂടുതൽ സാമ്യങ്ങളുണ്ട് നിങ്ങൾ തമ്മിൽ. ഉയരങ്ങളിൽ പറക്കുന്ന ഒരേ തൂവൽ പക്ഷികൾ. ഏയ് ശാലിനി, ആ, മാഷോ? ശ്ശേ, ഈ മാഷ് വിളി മഹാബോറാണ്. അതെന്താ? ആ വിളി കേൾക്കുമ്പോൾ ഞാനൊരു വൃദ്ധനായി പോയോന്നൊരു തോന്നൽ. ആ തോന്നല് മാറ്റാൻ എന്താ ഒരു വഴി? ആ, ഒരു വഴിയുണ്ട്. എന്താ അത്? പേര് വിളിച്ചോളൂ. അതെന്തായാലും വേണ്ട. തൽക്കാലം മാഷായിട്ട് തന്നെ പോട്ടെ. ആ, ശാലിനിയുടെ ഇഷ്ടം. അതിരിക്കട്ടെ. ശാലിനി എവിടേക്കാണ്? ഞാൻ കുടുംബക്ഷേത്രത്തിലും കാവിലും വിളക്ക് തെളിക്കാൻ പോവാ. കാവും അമ്പലവും എവിടെയാണ്? ഈ ചെമ്മൺപാത വളയുന്നിടത്ത് നിന്ന് ഇടത്തേക്കുള്ള ഇടവഴി കയറി ചെന്ന അമ്പലവും കാവും. അവിടെ നിന്നും കുറേ കൂടി മുകളിലേക്ക് കയറി ചെന്ന മഞ്ചാടിക്കുന്നിന്റെ നെറുക. അല്ല, മാഷ് എവിടെ പോവാൻ ഇറങ്ങിയതാ? ഇന്ന് അവധി ദിവസമായിരുന്നതിനാൽ വൈകിട്ട് ഗ്രാമക്കാഴ്ചകളും കണ്ട ഒന്ന് നടക്കാമെന്ന് കരുതി. അതെന്തായാലും നന്നായി. മാഷ് മഞ്ചാടിക്കുന്നിൻ നെറുകയിൽ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഈ വഴി വന്നിട്ടേയില്ല. ശോ, എന്തു ഭംഗിയാണെന്നറിയാമോ? ആ, എന്നാ നമുക്ക് പോകാം. പോവാം. വേഗം വാ മാഷേ. ഇനി ഒരുപാട് ദൂരം മുകളിലേക്ക് കയറണോ? ഏയ് ഇല്ല, അല്പം കൂടി മാത്രം. എന്തു ഭംഗി! ഇത്രയും മനോഹരമായ ഒരു കാഴ്ച ഞാൻ ഈ ഗ്രാമത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. മഞ്ചാടിക്കുന്നിലെ നെറുകയില് കുട പോലെ പടർന്നു നിൽക്കുന്ന ആ ഒറ്റ ചെമ്പകത്തിന്റെ താഴെയുള്ള പാറ ഉണ്ടോ? ഒരു നല്ല ബെഞ്ച് പോലെ ഉണ്ട്. അവിടെ ഇരുന്ന് താഴേക്ക് നോക്കിയാ ഈ ഗ്രാമം മുഴുവനും കാണാം. ഒരു കാര്യം എനിക്ക് ഇപ്പോൾ പിടികിട്ടി. എന്താ അത്? ശാലിനി എങ്ങനെ കവയത്രിയായെന്ന്. ഈ ഗ്രാമഭംഗി ആരെയാണ് ഉദ്ദീപിപ്പിക്കാത്തത്? ആ ശാലിനി, ഞാൻ നാളെ നാട്ടിലേക്ക് പോവുകയാണ്. എന്താ പെട്ടെന്ന്? അമ്മയുടെ ശ്രാദ്ധമാണ്. അമ്മയ്ക്ക് എന്തായിരുന്നു? ഞാൻ ജനിച്ച് അധികം കഴിയും മുമ്പ് തന്നെ അമ്മ രോഗിയായി. ശ്വാസതടസ്സമായിരുന്നു. ഒരുപാട് ചികിത്സകളൊക്കെ നടത്തിയെങ്കിലും അമ്മ പോയി. അമ്മയുടെ മരണശേഷം മുത്തശ്ശിയാണ് എന്നെയും ഏട്ടനെയും വളർത്തിയത്. കാലം കുറെ കഴിഞ്ഞപ്പോൾ ചെറിയമ്മയെ കല്യാണം കഴിക്കാൻ വീട്ടുകാർ അച്ഛനെ നിർബന്ധിച്ചു തുടങ്ങി. അച്ഛൻ വഴങ്ങിയില്ല. പിന്നീടുള്ള ജീവിതം അച്ഛൻ ഞങ്ങൾക്കായി മാറ്റിവെച്ചു. ഗ്രേറ്റ്. ശാലിനി, ഈ ചെമ്മൺപാതയ്ക്കപ്പുറത്തെ വയൽവരമ്പിൽ വിരിഞ്ഞു നിൽക്കുന്ന കാക്കപ്പൂക്കൾ കണ്ടില്ലേ? എത്ര മനോഹരമാണ് അവയുടെ ചിരി. ആ ചിരിക്കു പിന്നിൽ നിശബ്ദമായ ഒരു കരച്ചിലില്ലേ? ഓവ്, പ്രതീക്ഷയുടെ പ്രഭാതത്തിൽ നിന്ന് ഉച്ചവെയിലിന്റെ നെറുകയിലൂടെ ചായുന്ന സന്ധ്യയിൽ അടർന്നു വീഴാൻ വിധിക്കപ്പെട്ട നിസ്സഹായ ജന്മങ്ങളുടെ ആത്മനൊമ്പരങ്ങൾ. അതെ, ഇപ്പോൾ അതാണ് എന്നെ പൊള്ളിക്കുന്നത്. ജീവിതം പലപ്പോഴും അങ്ങനെയാണ് മാഷേ. എന്തായാലും ജീവിച്ചല്ലേ മതിയാകൂ. ആ, അച്ഛനും മുത്തശ്ശിയും? മുത്തശ്ശി 2 വർഷം മുമ്പ് മരിച്ചു. അച്ഛൻ തുടരുന്നു. പ്രായത്തിൻ്റെതായ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. വീട്ടുകാര്യങ്ങളൊക്കെ എങ്ങനെയാ? മുത്തശ്ശി മരിക്കുന്നതിന് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനായി അച്ഛൻ്റെ അകന്ന ബന്ധത്തിലുള്ള പ്രായമായ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിരുന്നു. അവരുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അച്ഛന് നിർബന്ധമാണ് അമ്മയുടെ ശ്രാദ്ധത്തിന് മക്കൾ 2 പേരും അമ്മയ്ക്ക് ബലിതർപ്പണം നടത്തണമെന്ന്. അച്ഛന് മാത്രമല്ല, ഞങ്ങൾക്കും. ഇന്നുവരെ ഞങ്ങളത് മുടക്കിയിട്ടുമില്ല. നിങ്ങളിലെ മനുഷ്യനെ, മകനെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് മാഷേ. ആ, നമ്മൾ സംസാരിച്ച് നടന്നതുകൊണ്ട് അറിഞ്ഞില്ല. ശാലിനിക്ക് അമ്പലത്തിലേക്ക് പോകേണ്ട ഇടവഴിയായി. നമുക്ക് വഴിപിരിയാൻ നേരമായി. നമുക്കങ്ങനെ വഴിപിരിയാനാവോ മാഷേ? പിഷാരടി മാഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഒരേ തൂവൽ പക്ഷികളല്ലേ? മാഷേ, മാഷേ! ശാലിനിയോ? ഞാൻ കരുതി നാണിയമ്മ കാപ്പിയും പലഹാരമായിട്ട് വന്നതാണെന്ന്. ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ നാണിയമ്മ കാപ്പിയും പലഹാരങ്ങളുമായി തിരികെ പോകുന്നത് കണ്ടത്. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ആ കുഞ്ഞ് നാട്ടിൽ പോയിട്ട് വന്നില്ലെന്ന്. അതുകൊണ്ട് നോക്കാന്ന് കരുതി വന്നതാ ഞാൻ. ആ, ട്രെയിൻ ഒരുപാട് ലേറ്റായിരുന്നു.
രാത്രി ഒരു 2 മണി കഴിഞ്ഞാണ് ഇവിടെ എത്തിയത്. യാത്രാക്ഷീണമൊക്കെ ആയി വല്ലാതെ അങ്ങ് ഉറങ്ങിപ്പോയി. അമ്മയുടെ ശ്രാദ്ധം കഴിഞ്ഞോ? ആ, ഭംഗിയായി കഴിഞ്ഞു. തിരുനെല്ലിയിലായിരുന്നു തർപ്പണം. ഇന്ന് ഞായറാഴ്ചയല്ലേ, നന്നായി കിടന്നൊന്ന് ഉറങ്ങണം. എങ്കിൽ നമുക്ക് വൈകിട്ട് മഞ്ചാടിക്കുന്നിൻ മുകളിൽ പോകാം. പോകാം. എന്തെങ്കിലും പ്രത്യേകിച്ച്? ഒരു കാര്യം പറയാനുണ്ട്. അതിപ്പോൾ പറഞ്ഞൂടെ? വേണ്ട, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യ. എന്തെങ്കിലും ഒരു സൂചന? വേണ്ട, മാഷ് പോയി ഫ്രഷ് ആക്, വൈകിട്ട് കാണാം. ആ, എങ്കിൽ ശരി. മാഷ് എന്താ ആലോചിക്കുന്നേ? മനുഷ്യരെ പോലെ ഈ മഞ്ചാടിക്കുന്നിനും വികാരഭേദങ്ങളുണ്ടോ? എന്താ മാഷെ അങ്ങനെ തോന്നാൻ? പക്ഷികളുടെ കളകൂജനങ്ങളില്ല, സായാഹ്ന മേഘങ്ങളുടെ മനോഹാരിതയില്ല, ഒരു നിശ്ചല ഛായാചിത്രം പോലെ മങ്ങിയ മഞ്ചാടിക്കുന്ന്. അതെ മാഷെ, നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ, പ്രകൃതിയുടെ ഭാഗമാകുമ്പോൾ അതിന് തിരിച്ചറിയാനാവും നമ്മുടെ ഉള്ളിലെ നോവുകളെയും നിശ്വാസങ്ങളെയും. നോവുകളും നിശ്വാസങ്ങളും എന്താണ് ശാലിനി അർത്ഥമാക്കുന്നത്? മാഷ് ആദ്യം എന്റെ ഈ ചോദ്യത്തിന് ഉത്തരം തരൂ. ഇവിടെ ഈ ഗ്രാമത്തിൽ എന്നെ കൂടാതെയുള്ള പ്രധാന സുഹൃത്ത് ആരാ? ആ, അത് ശാലിനിക്ക് അറിയാവുന്നതാണല്ലോ. അദ്ദേഹം സുഹൃത്ത് മാത്രമല്ല, ഗുരു, വഴികാട്ടി, അങ്ങനെ പലതുമാണ്. അത് പിഷാരടി മാഷല്ലേ? അതെ. പിന്നെന്തേ ഒരു ചോദ്യം? ആ, മാഷ് ഇന്ന് വായനശാലയിലേക്കോ മറ്റോ പോയിരുന്നോ? ഇല്ല, ഇന്ന് ഞാൻ പുറത്തേക്ക് എങ്ങും പോയില്ല. എന്താ ചോദിക്കാൻ കാരണം? ശാലിനി, എന്താണ് തനിക്ക് പറ്റിയത്? പശ്ചിമ തീരത്തെ ചക്രവാളത്തിങ്കൽ കെട്ടടങ്ങുന്നൊരു പട്ടട, പകലിൻ പട്ടട, മെല്ലെ നിവരുന്നിരുട്ടിന്റെ കമ്പളം എല്ലാം വിഴുങ്ങുന്നൊരക്ഷണത്തിൽ. എന്താ ശാലിനി സ്വന്തം കവിത ചൊല്ലുന്നത്? അതിലെ അന്തർധാര വേർപാടുമാണല്ലോ. അതേ മാഷെ, സായം സന്ധ്യയുടെ സൗമ്യാരുണനെ ഇരുട്ട് ഗ്രസിച്ചിരിക്കുന്നു. ശാലിനി? അതെ മാഷെ, പിഷാരടി മാഷ്. പിഷാരടി മാഷ് പോയി. ശാലിനി, എന്താണ് ഈ പറയുന്നത്? എപ്പോഴായിരുന്നു? അമ്മയുടെ ശ്രാദ്ധത്തിനായി മാഷ് നാട്ടിലേക്ക് പോയതിന്റെ പിറ്റേന്ന് തലേന്ന് വൈകിട്ടും കൂടി ഞാൻ വായനശാലയിൽ പോയിരുന്നു. ആ, ശാലിനി മോളോ, വാ വാ വാ. കഴിഞ്ഞ ആഴ്ച മോളെ കണ്ടില്ലല്ലോ, എന്തു പറ്റി? കുറെ പഠിക്കാനുണ്ടായിരുന്നതിനാൽ 3-4 ദിവസത്തേക്ക് എഴുത്തും വായനയും ഒന്നും ഉണ്ടായിരുന്നില്ല. പിഷാരടി മാഷിന്റെ കൈ വല്ലാതെ വിറയ്ക്കുന്നുണ്ടല്ലോ. ആ, പ്രായം ഏറി വരികയല്ലേ മോളെ. ഞാൻ പിഷാരടി മാഷിനെ കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ. അല്ല, മാഷിന് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ? അസ്വസ്ഥതയുണ്ട് മോളെ, പക്ഷേ അത് ശരീരത്തിനല്ല, മനസ്സിനാ. അതെന്താ? ആ, ഇതുവരെ ഇല്ലാത്ത പോലെ ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ, ഒന്നിലേക്കും ശ്രദ്ധിക്കാൻ കഴിയായിക, എന്തോ ഒരു അവ്യക്തത, വ്യർത്ഥതാബോധം. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട മാഷേ. പിഷാരടി മാഷിന് ഞങ്ങളൊക്കെ ഇല്ലേ? അതൊക്കെ അറിയാം മോളെ, പക്ഷേ ഈയിടെയായി മനസ്സിൻ്റെ നിയന്ത്രണം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു. ഞാൻ വീട്ടിൽ പോയി അച്ഛനോട് പറഞ്ഞിട്ട് കാറുമായിട്ട് വരാം. നമുക്കൊരു ഡോക്ടറെ പോയി കാണാം മാഷേ. അയ്യോ വേണ്ട മോളെ. വേണം. എന്തായാലും ഇന്ന് വേണ്ട, 2 ദിവസം കൂടി കഴിയട്ടെ. ഞാൻ നാളെയും വരും. അന്നേരം വാക്ക് മാറ്റരുത് കേട്ടോ. ആ, നാളെ നോക്കാം. ആ, ശരത്ത് നാട്ടിലേക്ക് പോയി അല്ലേ? ആ, അമ്മയുടെ ശ്രാദ്ധത്തിനായി പോയി. പിഷാരടി മാഷിനോട് പറഞ്ഞില്ലേ? ആ, പറഞ്ഞിരുന്നു. ശരത്തിനെ പറ്റി മോടെ അഭിപ്രായം എന്താ? സത്യസന്ധനായ, ഏത് കാര്യത്തിലും 100% ആത്മാർത്ഥതയുള്ള നല്ല ചെറുപ്പക്കാരൻ. നിങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കൾ. എന്താ മാഷേ? ഏയ് ഒന്നുമില്ല മോളെ, ഞാൻ വെറുതെ ചോദിച്ചതാ. ഞാൻ ഇറങ്ങുവാണേ മാഷേ. ആ, ഒരു നിമിഷം നിൽക്കും മോളെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? ആ, ഈ കവർ മോള് ശരത്തിന് കൊടുക്കണം. അത് മാഷിന് നേരിട്ട് കൊടുത്തൂടെ? അദ്ദേഹം
ശനിയാഴ്ച നാട്ടിൽ നിന്ന് തിരിച്ചെത്തും. ആയിക്കോട്ടെ, ഇത് എന്തായാലും മോള് തന്നെ ശരത്തിന് കൊടുക്കണം. അതെന്താ പിഷാരടി മാഷിന് അങ്ങനെ ഒരു വാശി? വാശിയൊന്നുമല്ല മോളെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. ശരി. ആ, ഇതാ മോളെ. ആ, പിന്നെന്താണ് സംഭവിച്ചത്? പിറ്റേന്ന് രാവിലെ ഒരു 10 മണിയോട് കൂടി വായനശാലയുടെ ഗ്രാൻഡ് സംബന്ധമായ കാര്യങ്ങൾ പഞ്ചായത്ത് മെമ്പറുമായി സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷെ വൈകുന്നേരത്തോടു കൂടി പിഷാരടി മാഷ് പോയി. കഷ്ടം, അവസാനമായി ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ലല്ലോ. പിഷാരടി മാഷിനെ അറിയായിരുന്നു തന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുവെന്ന്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു കവറ് മാഷിന് തരാനായി എന്നെ ഏൽപ്പിക്കില്ലല്ലോ. ആ, ദാ കവറ്. ഈ കവറിനുള്ളിൽ ഒരു കുറിപ്പാണല്ലോ. ഒരുപക്ഷെ പിഷാരടി മാഷ് അവസാനമായി എഴുതിയ വാക്കുകളാകാം ഇത്. എന്താ അദ്ദേഹം എഴുതിയിരിക്കുന്നത്? ഇതാ നോക്ക്. അവൾ ഒരു നല്ല പെൺകുട്ടിയാണ്. അയാൾ ഒരു മനുഷ്യനും. പുറത്തു മഴ ആർത്തലച്ചു പെയ്യുകയാണ്. കാലം തെറ്റി വന്ന മഴ. രാജപാത നീണ്ടു നിവർന്നു കിടക്കുന്നു. കൈകൾ കോർത്തു പിടിച്ചു നടന്നു വരുന്ന അവരെയും കാത്തേ. പെയ്തൊഴിയാത്ത കാർമേഘ ജാലങ്ങൾക്കപ്പുറം അവരെ നോക്കി ഒരു കുഞ്ഞു താരകം കണ്ണു ചിമ്മുന്നുണ്ടാകും. അവരെ നോക്കി ഒരു കുഞ്ഞു താരകം കണ്ണു ചിമ്മുന്നുണ്ടാകും. ആ രാമനെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. തെങ്ങുകൾക്ക് പൊതയിടേണ്ട സമയമാവുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഏർപ്പാടാക്കണം. ഞാൻ രാമൻ നായരെ പോസ്റ്റ് ഓഫീസ് വരെ പറഞ്ഞയച്ചിരിക്കുക. ആ, അതിന്റെ ആവശ്യം എന്താ? കത്തോ കമ്പിയോ ഉണ്ടെങ്കിൽ അഞ്ചൽ ശിവായി ഇവിടെ കൊണ്ട് തരത്തില്ലേ? നന്ദന്റെ കത്ത് വന്നിട്ട് 2 ആഴ്ചയാവുന്നു. എടീ, അവനൊരു പട്ടാളക്കാരനാണ്, ക്യാപ്റ്റൻ. അപ്പൊ അവന് ജോലി തിരക്കുണ്ടാകും. ഒക്കെ ശരിയാണ്. പക്ഷേ ഞാനൊരമ്മയാണ്. ഒരാഴ്ച കത്ത് വന്നില്ലെങ്കിൽ മനസ്സിലാദ്യാണ്. ആ, ദേ രാമൻ വരുന്നുണ്ട്. കത്തുണ്ടോ രാമൻ നായരെ? ഉവ്, നന്ദകുഞ്ഞിൻ്റെ തന്നെയാണ്. ആ, ആശ്വാസമായല്ലോ. വേഗം താ രാമൻ നായരെ. ഇതാ. എന്താ ഭഗീരഥി വിശേഷം? മോൻ അവധിക്ക് വരുന്നു. എന്നാണാവോ? അടുത്ത വെള്ളിയാഴ്ച തിരിച്ച് ഞായറാഴ്ച ഇവിടെ എത്തും. അവന്റെ മുറിയൊക്കെ ഒന്നുകൂടെ അടിച്ചു തുടപ്പിച്ച് വൃത്തിയാക്കിയിടണം. ആ രാമ, നാളെ പുലർച്ചെ നമുക്ക് ആ ജോത്സ്യൻ രാഘവ വാര്യരുടെ അടുത്ത് വരെ ഒന്ന് പോകണം. ഓ, നന്ദൻ 25 തികഞ്ഞു. 26 നടപ്പാ. അവന്റെ കല്യാണക്കാര്യത്തെ പറ്റി ഒന്ന് നോക്കണം. നന്നായി. ആ, സാവിത്രി ചേച്ചിയോ? വന്നാട്ടെ. ആ, സാവിത്രി ചേച്ചി തന്നെയാ. കണ്ടാ ഇപ്പോൾ അറിയൂന്ന് സംശയിച്ചാ വന്നേ. ആ, അതെന്താ സാവിത്രിയമ്മ അങ്ങനെ ഒരു സംസാരം? അല്ല, വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് കാലമേറെയായി. എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാവുമ്പോഴാണല്ലോ ചേച്ചി വരുന്നതും പോകുന്നതും വിവരങ്ങൾ അറിയിക്കുന്നതുമൊക്കെ. ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ? ആ, ആയിക്കോട്ടെ രാമ. അതിരിക്കട്ടെ, ശാലിനി എവിടെ? അവൾ കോളേജിൽ പോയിരിക്കുന്നു. അവളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞില്ലേ? ഡിഗ്രി 2ാം വർഷമാണിത്. ഡിഗ്രി കഴിഞ്ഞിട്ടും തുടർന്ന് പഠിക്കണമെന്നാണ് അവൾ പറയുന്നത്. കല്യാണം കഴിഞ്ഞാലും തുടർന്ന് പഠിക്കാമല്ലോ. അല്ലെങ്കിൽ തന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടി ആ ശമ്പളം കൊണ്ട് ജീവിക്കേണ്ട ഗതികേട് ചെമ്പകത്തറവാടിനും എൻ്റെ തറവാടിനും ഇല്ലല്ലോ. സാവിത്രിയമ്മ എന്താ പറഞ്ഞു വരുന്നത്? അതെന്ത് വർത്താനമാ ഗംഗാധരൻ ചേട്ടാ? ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതല്ലയോ, ശാലിനിയുടെയും എൻ്റെ മോൻ ഉത്തമൻ്റെയും വിവാഹകാര്യം. പറഞ്ഞപ്പോഴൊക്കെ അതിനുള്ള മറുപടിയും പറഞ്ഞിട്ടുള്ളതാണ്. അവൾ പഠിക്കുകയാണ്, അവൾക്ക് കല്യാണപ്രായമായില്ല എന്നൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അതെ, എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവളുടെ പഠിപ്പ് കഴിയട്ടെ നമുക്ക് ആലോചിക്കാമെന്ന്? ഇല്ലല്ലോ. ഒന്ന് ചോദിച്ചോട്ടെ, എന്താണ് എൻ്റെ മോൻ്റെ കുറവ്? അബ്കാരി ബിസിനസ് ഉൾപ്പെടെ കുറേ ബിസിനസ്സുകളുമായി ഓടി നടക്കുന്ന തിരക്കുള്ള ഒരാളാണ് ഉത്തമൻ. എൻ്റെ മകൾ ആഗ്രഹിക്കുന്നത് സ്വസ്ഥമായി സമാധാനമായി കഴിയാൻ, അവളുടെ ഇഷ്ടങ്ങളോടും ഇഷ്ടക്കേടുകളോടും ചേർന്ന് പോകുന്ന ഒരു സാധാരണ പയ്യനെയാ.
എന്തായാലും ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞല്ലോ, സന്തോഷം. ഇപ്പോഴല്ല, നേരത്തെ തന്നെ പറയാതെ പറഞ്ഞതാ. അത് നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയത് എൻ്റെ കുറ്റമല്ല. എൻ്റെ മോനെ, നിങ്ങളുടെ മോളേക്കാൾ നല്ല പെണ്ണിനെ കിട്ടും. ഓ, അപ്പോൾ ഞാൻ ഇറങ്ങുന്നു. ഒരു പക്ഷേ ഇനിയും നമ്മൾ തമ്മിൽ കാണേണ്ടി വന്നേക്കാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. അവരിനി എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുവോ? ആ, നീ ഭയപ്പെടാതെ ഭാഗീരഥി, നമ്മളും ഒട്ടും മോശക്കാരല്ല. വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാണ്ടെന്താ. ശ്ശോ, ട്രെയിൻ വന്നു പോകാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താണാവോ ഏട്ടൻ വരാത്തെ? അവരിപ്പോ ഇങ്ങ് വരും. നീ കിടന്ന് വെപ്രാളം പിടിക്കാതെ. അമ്മേ, ദേ ഏട്ടൻ ഏട്ടൻ വരുന്നുണ്ടമ്മേ. അയ്യോ. എടി പാറു, നീ പിന്നെയും മെലിഞ്ഞു പോയല്ലോടി. എന്താ അമ്മേ, ഇവക്കൊന്നും തിന്നാൻ കൊടുക്കുന്നില്ലേ? കഴിച്ചത് തന്നെ. ഇതിലെ ഭേദം നമ്മുടെ പൂവാലി പയ്യ. അതിരിക്കട്ടെ, മോനെന്താ വൈകിയത്? ട്രെയിൻ 1 മണിക്കൂറോളം ലേറ്റ് ആയിരുന്നു അമ്മേ. യാത്രയൊക്കെ സുഖമായിരുന്നു കുഞ്ഞെ. കുഴപ്പമില്ലായിരുന്നു മാമ. നിന്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? ഏട്ടന്റെ പാറ് മോശാവൂന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? എന്റെ പാറു മിടുക്കിയല്ലേ. എങ്കി പറ, എനിക്ക് വേണ്ടിട്ട് എന്തൊക്കെയാ കൊണ്ടുവന്നിട്ടുള്ളേ? ഈ പെട്ടിയിലുള്ളത് മുഴുവൻ എന്റെ മോക്കുള്ളതാണ്. അവൻ വീട്ടിനുള്ളിലേക്ക് ഒന്ന് കയറിക്കോട്ടടി മോളെ. മാഷേ, ഇതെന്റെ ഏട്ടൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ക്യാപ്റ്റൻ നന്ദകുമാർ. നമസ്കാരം, ഞാൻ ശരത്ചന്ദ്രൻ. ഇവിടെ വില്ലേജ് ഓഫീസ്. അറിയാം, നന്നായി അറിയാം. ഇവളുടെ കത്തുകളിലൂടെ എൻ്റെ മനസ്സിൽ പതിഞ്ഞ അതേ മുഖം തന്നെയാണ് ശരത് നിങ്ങൾക്ക്. എത്ര നാളത്തെ ലീവുണ്ട്? 2 മാസത്തെ. ശരത് എന്താണ് പുസ്തകങ്ങളുമായി? ഞാൻ വായനശാലയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. എങ്കിൽ നടക്കട്ടെ, നമുക്ക് നാളെ വിശദമായി പരിചയപ്പെടാം. ശരി. ആ, നന്ദനോ, വരൂ, ഇരിക്കൂ. ഈ ഔട്ട് ഹൗസ് ഇത്ര ഭംഗിയിലും ചിട്ടയിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ശരത്ത് എത്ര ഭംഗിയായിട്ടാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. അടുക്കും ചിട്ടയും വൃത്തിയും എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്. ഞാൻ ഒരു പട്ടാളക്കാരനാണെങ്കിലും ഈ കാര്യത്തിൽ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഒന്നിനും ഒരു അടുക്കും ചിട്ടയും ഇല്ല. ഇവിടുത്തെ താമസമൊക്കെ എങ്ങനെ? എൻ്റെ മനസ്സിന് ഇണങ്ങിയ ഒരിടം, ശാന്തമായ സുന്ദരമായ ഒരിടം. നേരത്തെയൊക്കെ ഞാൻ അവധിക്ക് വരുമ്പോൾ എൻ്റെ ഉച്ചയുറക്കം ഇവിടെയായിരുന്നു. മാന്തോപ്പിലേക്ക് തുറക്കുന്ന ജാലകത്തിലൂടെ അരിച്ചെത്തുന്ന കാറ്റിന് എന്ത് തണുപ്പാണ്. ഞാൻ വന്നത് നന്ദന് ബുദ്ധിമുട്ടായല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ശരത്തിൻ്റെ കുടുംബവിശേഷമൊക്കെ ശാലിനി പറഞ്ഞറിയാം. അവൾക്ക് ഞാൻ ചേട്ടൻ മാത്രമല്ല, ഒരു നല്ല സുഹൃത്തു കൂടിയാണ്. നന്ദന് വേണ്ടി വിവാഹാലോചനകൾ നടക്കുന്നു അല്ലേ? നാളെ ജോൽസിനെ കാണാൻ പോകുന്നു അച്ഛൻ പറയുന്ന കേട്ടു. എനിക്കാണെങ്കിൽ വിവാഹം കുറേ കൂടെ കഴിഞ്ഞ് മതിയെന്നാ, പാറുവിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ്. പക്ഷേ അമ്മയും അച്ഛനും സമ്മതിക്കുന്നില്ല. എന്നായാലും വേണ്ടതല്ലേ. എന്നാ പിന്നെ അച്ഛനമ്മമാരുടെ തീരുമാനത്തെ മാനിക്കുന്നതല്ലേ നല്ലത്. അതും ശരിയാ. അതിരിക്കട്ടെ, ശരത്തിൻ്റെ അവസ്ഥ എന്താ? എൻ്റെ വീട്ടിലും ഇതേ അവസ്ഥ തന്നെയാണ്. അച്ഛനും ചേട്ടനും നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ പേടിയാണ്. എനിക്കും ചേട്ടനും വേണ്ടി മാത്രം ജീവിച്ച മനുഷ്യനാണ് അച്ഛൻ. അതുകൊണ്ട് തന്നെ അച്ഛനോട് അനുസരണക്കേട് കാണിക്കാനാവില്ല. എന്നാ പിന്നെ അച്ഛനെ അനുസരിച്ചൂടെ? അങ്ങനെ അങ്ങ് വിവാഹം കഴിക്കാൻ പറ്റുമോ? മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ വേണ്ട വിവാഹം ചെയ്യാൻ. തീർച്ചയായും. ഒരു ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് കഴിയേണ്ടതല്ലേ? അങ്ങനെയുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. ഭാഗീരഥി, കുടിക്കാൻ അല്പം സംഭാരവും എടുത്തോളൂ. ദാ ഇപ്പൊ കൊണ്ടുവരാം. എൻ്റെ ശിവനെ, എന്താ ഒരു ചൂട്! മകരമായിട്ടേ ഉള്ളൂ, എന്നിട്ട് എന്തൊരു ചൂടാ. അപ്പം മീനമ്മയുടെ മാസങ്ങളിൽ എന്തായിരിക്കും അവസ്ഥ? കാറിൽ പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ആലിൻ്റെ തെക്കേ പാടത്ത് ഒന്ന് പോണായിരുന്നു. അപ്പോൾ കാറിൽ പോകാൻ പറ്റില്ലല്ലോ. ഇതാ സംഭാരം. ഇപ്പോഴാ ഒരല്പം ആശ്വാസമായത്.
പോയ കാര്യം എന്തായി? ജോത്സ്യനെ കണ്ടോ? ആ നന്ദൻ്റെ കാര്യം നോക്കിക്കാനല്ലേ പോയത്. അതെല്ലോ. നന്ദൻ്റെ കല്യാണത്തിന് കുഴപ്പമൊന്നുമില്ല. ഈ നടപ്പ് വർഷം ഉൾപ്പെടെ 4 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും കല്യാണം ആവാം. അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യം തന്നെ. പിന്നെന്താ ഒരു സന്തോഷമില്ലായ്മ? എടീ, ഞാൻ മോളുടെ ജാതകം കൂടി ഒന്ന് നോക്കിച്ചു. എന്നിട്ട്? അവൾക്ക് 1.5 കൊല്ലത്തിനുള്ളിൽ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ മംഗല്യയോഗമുള്ളത് 36 വയസ്സിന് ശേഷം. അയ്യോ, രാഘവ വാര്യർ ഗണിച്ചതൊന്നും പിഴച്ചിട്ടില്ല. അപ്പൊ പിന്നെ എന്താ ഒരു പോംവഴി? വേറെ പോംവഴി ഒന്നുമില്ല. അവളുടെ വിവാഹം വേഗം നടത്തുക തന്നെ. അവൾ സമ്മതിക്കോ? അവൾക്ക് തുടർന്നും പഠിക്കണം, നല്ല ജോലി സമ്പാദിക്കണം എന്നൊക്കെയല്ലേ പറയുന്നത്. ആ കല്യാണം കഴിഞ്ഞു ഇതൊക്കെ ആവാലോ. എന്തായാലും വിവാഹം ഉടനെ നടത്തണം. ഒരുപക്ഷെ അവൾ എതിർത്തേക്കാം. പക്ഷെ നമ്മൾ അത് കണക്കാക്കണ്ട. എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തണം. നമുക്ക് വലുത് അവളുടെ ജീവിതമല്ലേ. എന്താ ശാലിനി കാരണമെന്ന് പറഞ്ഞത്? വീട്ടിൽ നടക്കുന്ന കാര്യം വല്ലതും മാഷിനറിയാവോ? എന്ത് കാര്യങ്ങൾ? അവരിപ്പോ എന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ ഒരുങ്ങുക മാഷേ. അത് നല്ല ഒരു കാര്യമല്ലേ? എന്താ മാഷ് ഇങ്ങനെ പറയുന്നേ? എനിക്കിനിയും പഠിക്കണം, PG ചെയ്യണം, ഒരു നല്ല ജോലി നേടണം. ഇതൊക്കെ വിവാഹം കഴിഞ്ഞു ആകാമല്ലോ. ഒരു പക്ഷെ പറ്റുമായിരിക്കാം. പിന്നെന്താ ഒരു തടസ്സം? വിവാഹത്തെപ്പറ്റി അത്ര എളുപ്പം ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവില്ലേ? തീർച്ചയായും. വിവാഹത്തെ പറ്റിയുള്ള ശാലിനിയുടെ കാഴ്ചപ്പാട് എന്താണ്? എന്റെ കാഴ്ചപ്പാട് വളരെ ലളിത. എന്റെ ചെറിയ ലോകത്ത് എന്റെ നിരുപദ്രവപരമായ ഭ്രാന്തുകൾക്ക് കൂടെ നിൽക്കുന്ന ഒരാൾ. അത്യാവശ്യം വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടാവണം. കാഴ്ചയിൽ സുന്ദരനായില്ലെങ്കിലും ആരും കുറ്റം പറയരുത്. അയാൾ എന്റെ ഭർത്താവ് മാത്രമല്ല, സുഹൃത്തും കൂടി ആയിരിക്കണം. എന്ത് കാര്യവും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന സുഹൃത്ത്. മാഷേ, എന്താണ് ശാലിനി? ഞാനൊരു കാര്യം ചോദിച്ചാ മാഷ് സത്യം പറയോ? ഞാൻ ഇതുവരെയും ശാലിനിയോട് കള്ളം പറഞ്ഞിട്ടില്ല. എനിക്കത് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് അറിയില്ല മാഷേ. നമുക്കിടയിൽ ഒരകലവും ഇല്ലല്ലോ ശാലിനി. എന്റെ മനസ്സിന്റെ കൂജനമാണ് മാഷേ ഈ കേൾക്കുന്നത്. അതിന് എനിക്കൊരു മറുപടിയാ വേണ്ടത്. ശാലിനി. അതെ മാഷേ, നമുക്ക് ഒരുമിച്ചൂടെ? ഇത് പലവട്ടം ശാലിനിയോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പിന്നെന്തേ പറഞ്ഞില്ല? പറഞ്ഞാൽ ഒരുപക്ഷെ ശാലിനിക്ക് അത് ഇഷ്ടമായില്ലെങ്കിൽ നമുക്കിടയിലെ സൗഹൃദം നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നു. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ശാലിനി, എന്താ മാഷേ? ഇപ്പോഴെങ്കിലും ഈ മാഷ് വിളി ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? അത് വേണ്ട. എന്തുകൊണ്ട്? എന്റെ ഹൃദയത്തിന്റെ ഉടമസ്ഥാവകാശം ഞാൻ പണ്ടേ മാഷിന് തന്നതാ. ഞാൻ മാഷേന്ന് വിളിക്കുമ്പോ എന്റെ ജീവിത പങ്കാളിക്ക് നൽകുന്ന മുഴുവൻ സ്നേഹവും ബഹുമാനവും ആ വിളിയിലുണ്ട്. അതിനെ മാറ്റാനാവില്ല മാഷേ. ശാലിനിയുടെ ഇഷ്ടം അതാണെങ്കിലും ഒക്കെ. സ്വപ്നങ്ങളുടെ വർണ്ണക്കൂടാരത്തിനുള്ളിൽ യാഥാർത്ഥ്യങ്ങൾക്ക് ജീവിക്കാനാവുമോ ശാലിനി? നമ്മളിത് എങ്ങനെ പ്രസന്റ് ചെയ്യും എന്നാണോ? അതെ. അത് സാരമില്ല, ഏട്ടനോട് പറയാം. ഏട്ടനോട് എനിക്ക് എന്തും പറയാം. പക്ഷേ ഈ കാര്യത്തിൽ ഏട്ടൻ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതാ. ഒരു പക്ഷേ ഏട്ടൻ സമ്മതിച്ചില്ലെങ്കിലോ? വേണ്ട മാഷേ, അങ്ങനെ പറയരുത്. എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും ആവില്ല. സന്ധ്യയുടെ സിന്ദൂര ചവി മായുകയാണ്. ഇരുട്ട് പരക്കുന്നു. നമുക്ക് പോകണ്ടേ? പോവാം. അതിരുട്ടിലേക്കല്ല, പുതിയൊരു പ്രഭാതത്തിലേക്ക്. ഇന്നലെ വന്ന കൂട്ടരുടെ ആലോചന എന്താണ് വേണ്ടെന്ന് അവൾ പറഞ്ഞത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ചെറുക്കനാണെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിൽ എഞ്ചിനീയർ, നല്ല കുടുംബം, കാണാനും തരക്കേടില്ല. അവൾക്ക് ചെക്കനെ ഇഷ്ടപ്പെട്ടില്ല പോലും. പിന്നെ സംസാരിച്ചപ്പോൾ അവളുടെ രീതികളുമായി അയാൾക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നാണ് അവൾ പറയുന്നത്. ആ ഇതൊക്കെ വലിയ കാര്യമാണോ? അതെ അച്ഛാ, വലിയ കാര്യം തന്നെയാണ്. ഒരു ജീവിതം മുഴുവൻ ഒരുമിച്ച് ജീവിച്ച് തീർക്കേണ്ടതാണ്. പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത രണ്ടുപേർ ഒരുമിച്ചാൽ അത് ചിലപ്പോൾ വലിയ ദുരന്തത്തിലായിരിക്കും കലാശിക്കുക. എന്ത് വേണമെന്നാ നീ പറയുന്നത്? അവളോട് ചോദിക്കണം, വിവാഹത്തെപ്പറ്റിയുള്ള അവളുടെ കാഴ്ചപ്പാടിനെപ്പറ്റി, അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളെപ്പറ്റി. വിവാഹം അവളുടേതാണല്ലോ. നിന്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ചോദിക്കാം. ഞാൻ ഇന്നലെ രാത്രി വിശദമായി അവളോട് സംസാരിച്ചിരുന്നു. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അവളുടെ വിവാഹ സങ്കല്പത്തോട് ഒത്തുപോകാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ സമീപത്ത് തന്നെയുണ്ട് അച്ഛാ. ആഹാ, അതാരാ? ശരത്ചന്ദ്രൻ. ശരത്തോ? അതെ അച്ഛാ. അവർ തമ്മിൽ ഇഷ്ടത്തിലാണോ?
അവർ അത് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ അത് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ച. അവളുടെ കത്തുകളിലൂടെ ഞാൻ അയാളെ അറിഞ്ഞു. ഇവിടെ വന്നപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു. ഞാൻ ഈ പറഞ്ഞതിനെപ്പറ്റി അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായം എന്താണ്? ശരത്ത് അച്ഛൻ്റെ ചങ്ങാതിയുടെ മോനല്ലേ. പെരുമാറ്റവും സ്വഭാവവും ഒക്കെ നല്ലതുവാ. പോരാത്തതിന് സർക്കാർ ഉദ്യോഗസ്ഥനുമാണല്ലോ. അച്ഛൻ എന്താണൊന്നും പറയാത്തത്? ഭാഗീരഥി പറഞ്ഞതൊക്കെ ശരിയാണ്. ദാമു നല്ലവനാണ്, കുടുംബവും നല്ലത് തന്നെയാണ്. പിന്നെന്താ ഒരു ഇഷ്ടക്കേട്? നമ്മുടെ മോൾക്ക് കുറച്ചുകൂടെ നല്ല ജോലിയുള്ള ഒരാളെ കിട്ടില്ലേടി? കിട്ടുമായിരിക്കും, പക്ഷേ ശരത്തിനെ പോലെ നമ്മുടെ പാറുവിൻ്റെ മനസ്സറിയുന്ന ഒരാളെ കിട്ടിയെന്ന് വരില്ല. അവളുടെ സന്തോഷമല്ലേ അച്ഛാ നമുക്ക് വലുത്. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അച്ഛൻ സ്വസ്ഥമായി ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് അച്ഛന് തോന്നുന്നെങ്കിൽ നമുക്കിത് പ്രൊസീഡ് ചെയ്യാം. നേരെ മറിച്ചാണെങ്കിൽ വിട്ടുകളഞ്ഞേക്ക്. അമ്മേ, ചായ ആയോ? അമ്മ പോയി ചായ കൊണ്ടുവാ. പാറു, മോള് ആ കസേരയിലോട്ടൊന്ന് ഇരിക്കെ. ഇതെന്താ വിചാരണയാ? അച്ഛന് മോളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താച്ചാ? അച്ഛനോട് മോള് സത്യം മാത്രമേ പറയാവൂ. ഞാൻ എപ്പോഴെങ്കിലും അച്ഛനോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? മോൾക്ക് ശരത്തിനെ ഇഷ്ടമാണോ? ഉം. ഞാൻ ചോദിച്ചത് ശരത്തിന് വിവാഹം ചെയ്യാൻ ഇഷ്ടമാണോ എന്നാണ്. അത് എന്തായാലും തുറന്നു പറഞ്ഞോളൂ പാറു. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ. നിനക്കിത് നേരത്തെ പറയാമായിരുന്നില്ലടി കള്ളി പാറു. അങ്ങനെയാണെങ്കിൽ നേരത്തെ വന്ന ആലോചനകളൊക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ? മോനെ, നീ ആ ശരത്തിനെ ഒന്ന് വരാൻ പറയണം. അവനും താല്പര്യമാണെങ്കിൽ നമുക്ക് ദാമുവിനെ വിളിച്ച് സംസാരിക്കാം. ശരി അച്ഛാ. നോക്കൂ ശാലിനി, നീലാകാശത്തിൻ്റെ അനന്തതയിലേക്ക് പഞ്ഞിക്കെട്ടുകൾ പോലെ നീങ്ങിപ്പോകുന്ന മേഘമാലകൾ. വിരകിണിയായ തൻ്റെ പ്രണയിനിക്ക് സന്ദേശമയക്കാൻ ഇതിലും മനോഹരമായ മറ്റൊരു മാധ്യമമുണ്ടോ? കാളിദാസ ഭാവനയെ അനുകരിച്ച് ശാലിനിക്കായി കുറേ സന്ദേശങ്ങൾ ഞാനും ജീമൂതങ്ങൾ വഴി അയച്ചിട്ടുണ്ട്. കിടപ്പുമുറിയിലെ തുറന്നിട്ട ജാലകത്തിലൂടെ മേഘങ്ങളെ നോക്കിക്കിടക്കുമ്പോൾ ആ സന്ദേശങ്ങൾ കൃത്യമായി എന്നിലേക്ക് എത്തിയിരുന്നു മാഷേ. പിന്നെന്തേ ഒരു മറുപടി തന്നില്ല? എല്ലാത്തിനും ഒരു സമയമുണ്ട് മാഷേ. ഇപ്പൊ എല്ലാം ഭംഗിയായി വരികയല്ലേ? അതെ, മനസ്സ് വല്ലാതെ തിടുക്കപ്പെടുന്നു. ചിലപ്പോഴൊക്കെ വല്ലാത്തൊരാശങ്കയും. എന്തിന്? എന്തിനെന്നറിയില്ല. അതിരിക്കട്ടെ, എന്നെ കാണാനായി ഇന്നലെ മാഷിന്റെ അച്ഛനും ചേട്ടനും വന്നിട്ട് എന്തു പറഞ്ഞു? എന്റെ വീട് ഒരുങ്ങുകയാണ്, ശാലിനിയെ വരവേൽക്കാനായി. എന്നേക്കാൾ ധൃതി അച്ഛനാണ്. മറ്റന്നാളാണ് അച്ഛനും ചേട്ടനും കൂടി മാഷിന്റെ വീട്ടിലേക്ക് പോകുന്നത്. ദൈവം എല്ലാം ഭംഗിയായി നടത്തട്ടെ. അതെ, നമ്മുടെ ഉള്ളിലെ നമ്മെ നമ്മൾ കാണും മുമ്പേ തന്നെ കണ്ടെത്തിയ ഒരാളുണ്ടായിരുന്നു. പിഷാരടി മാഷ്. അതെ. മേഘമാലകൾക്കപ്പുറം എവിടെയോ ഇരുന്ന് നമ്മെ നോക്കി അദ്ദേഹം പുഞ്ചിരിക്കുന്നുണ്ടാകും. ഉറപ്പായും. എന്തായി പോയ കാര്യം? എന്താ ഒന്നും മിണ്ടാത്തത്? ഭാര്യയെ കണ്ടില്ലേ? ശരത്തിൻ്റെയും ശാലിനിയുടെയും ജാതകപ്പൊരുത്തം നോക്കിയില്ലേ? നോക്കി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇത് നടക്കില്ല ഭാഗീരഥി, നടക്കാൻ പാടില്ല. എന്റെ ഗുരുവായൂരപ്പ, എന്താ ഞാൻ കേൾക്കുന്നത്? എന്താ ഭാര്യ പറഞ്ഞത്? ഒരു കാരണവശാലും ഈ രണ്ട് ജാതകങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടരുത് എന്ന്. അപ്പൊ ഈ വിവാഹം നടത്താൻ ഒരു മാർഗവും ഇല്ലേ? ഈ വിവാഹം നടന്നാല് നമുക്ക് നമ്മുടെ മോളെ മറക്കേണ്ടി വരും എന്നേക്കുമായി. ആ കുടുംബത്തില് സ്ത്രീകൾ വാഴില്ല അത്രേ. ദാമുവിന്റെ ഭാര്യയും ചെറിയ പ്രായത്തിലല്ലേ മരിച്ചത് എന്ന് പറഞ്ഞ? എന്റെ ഭാഗീരഥി, നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കാതെ. അതെങ്ങനെ ഞാൻ പറയും? അറിയാഞ്ഞിട്ടല്ലേ ചോദിക്കുന്നത്? ഈ വിവാഹം നടന്നാല് ചിലപ്പോ ആ ബന്ധം പിരിയേണ്ടി വരും. അയ്യോ, ചിലപ്പോ നമ്മുടെ മോൾക്ക് മരണം സംഭവിക്കാം. വേണ്ട വേണ്ട, നമുക്ക് ഈ വിവാഹം വേണ്ട. അതെ, ഈ വിവാഹം നടക്കാൻ പാടില്ല.
നിങ്ങൾ പറയുന്ന മുഴുവൻ ഞാൻ കേട്ടു. ഇന്നത്തെ കാലത്ത് ഈ വിശ്വാസങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കണം അച്ഛാ. മോനെ, നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം രാഘവ വാര്യർ ഇതുവരെ ഗണിച്ചതൊന്നും തെറ്റിയിട്ടില്ല. ഇത് തെറ്റിക്കൂടുന്നുണ്ടോ? എനിക്കാവില്ല എൻ്റെ മകളെ ഒരു പരീക്ഷണ വസ്തുവാക്കാൻ. ഈ വിവാഹകാര്യം ആലോചിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള അവളുടെ സന്തോഷം നിങ്ങൾ കാണുന്നില്ലേ? അവളുടെ സന്തോഷം മായാതിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വരികയാ. ഈ വിവാഹം നടക്കില്ല എന്നറിയുമ്പോൾ അവൾ സന്തോഷിക്കും എന്നാണോ അച്ഛൻ പറയുന്നത്? വിവരം അറിയുമ്പോൾ അവൾക്ക് ദുഃഖമുണ്ടാകും. പക്ഷേ അവൾ ബുദ്ധിയുള്ള കുട്ടിയാണ്. കാലം ചെല്ലുമ്പോൾ അവളെല്ലാം മറക്കും. അച്ഛാ, അച്ഛന് പാറുവിനെ അറിയാഞ്ഞിട്ടാ. ഇക്കാലം അത്രയും ഒരാണിനോട് അവൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിട്ടില്ല, ഇനിയോട്ടുണ്ടാവുകയുമില്ല. എനിക്കറിയാം അവളെ. ഇക്കാര്യം അവളോട് എങ്ങനെ പറയും? എങ്ങനെയായാലും പറഞ്ഞല്ലേ മതിയാകൂ. നമ്മുടെ മോളുടെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെ നനവ് പടരാതിരിക്കാൻ വേണ്ടിയാ ഈ തീരുമാനം. അച്ഛൻ എന്ത് പറഞ്ഞാലും എനിക്കിതിനോട് യോജിക്കാനാവില്ല, ഇതിന് കൂട്ടു നിൽക്കാനും ആവില്ല. അച്ഛൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ അയക്കൂ. എന്താ മോളെ, ഇന്ന് കോളേജിൽ ക്ലാസ്സില്ലേ? ഇല്ല, ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. എന്തിനാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത്? അറിയില്ല. മോൾക്കറിയാവുന്ന കുട്ടിയാണോ? അതെ. കഷ്ടം. എന്ത് കഷ്ടം? എന്തിനു വേണ്ടിയായാലും ജീവൻ നഷ്ടപ്പെടുത്തുക എന്നത് ബുദ്ധിയില്ലായ്മയാണ്. നഷ്ടം അവനവന് മാത്രം. മോളെ, എന്താ അച്ഛാ? മോളോട് അച്ഛൻ വളരെ ഗൗരവതരമായൊരു കാര്യം പറയാൻ പോവുകയാ. അച്ഛാ, അവൾ ആകെ വിഷമിച്ചിരിക്കുന്ന ഇപ്പോൾ തന്നെ വേണോ? എപ്പോഴായാലും വേണ്ടേ? അത് എത്രയും നേരത്തെ ആയാൽ അത്രയും നന്ന്. എന്താ അച്ഛാ കാര്യം? ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് അച്ഛൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഇപ്പോഴും അച്ഛൻ കാര്യം പറഞ്ഞില്ല. ശരത്തുമായുള്ള നിന്റെ വിവാഹം നടക്കില്ല മോളെ. അച്ഛാ, എൻ്റെ മോള് അവനെ മറക്കണം. എന്താ അച്ഛാ കാരണം? ഇന്നലെ വരെ ഈ വിവാഹത്തിന് ഏറ്റവും അധികം താല്പര്യം കാണിച്ചിരുന്നത് അച്ഛനായിരുന്നല്ലോ. നിങ്ങളുടെ ജാതകങ്ങൾ ഞാൻ വാര്യരെ കാണിച്ചു. അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ല എന്നാണ് മോളെ. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അതിപ്പോ മോൾ അറിയണ്ട. അച്ഛൻ ക്ഷമിക്കണം. ധിക്കാരമാണെന്ന് അച്ഛൻ കരുതുകയരുത്. എന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമായതിനാൽ അതിന്റെ കാരണം എനിക്ക് അറിയണം. അദ്ദേഹം പറയുന്നത് ഈ വിവാഹം നടന്നാൽ മുഴുവൻ പറയൂ അച്ഛാ. നിനക്ക് മരണം. വേണ്ട മോളെ, നമുക്കിത് വേണ്ട. നീയില്ലാതെ ഞങ്ങൾക്ക് വയ്യ മോളെ. ഇതൊക്കെ ശരിയായി വരണമെന്നുണ്ടോ അച്ഛാ? രാഘവ വാര്യർ ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയായിട്ടുണ്ട്. കാലം മാറുകയാണ് അച്ഛാ. ആ മാറ്റം നമ്മുടെ ജീവിതത്തിലും ആയിക്കൂടെ? ഏയ്, ആവില്ല മോളെ. ഞാനൊരു പഴയ മനുഷ്യനാണ്. എൻ്റെ മകളുടെ ജീവിതവും ജീവനും വെച്ച് കളിക്കാൻ എനിക്കാവില്ല. ഏട്ടന്റെയും തീരുമാനം ഇതാണോ? ഒരിക്കലുമല്ല. ഞാൻ അച്ഛനോടാവുന്നത്ര പറഞ്ഞു നോക്കി. അച്ഛൻ്റെ അമ്മയുടെയും തീരുമാനം ഇതാണെങ്കിൽ എൻ്റെ തീരുമാനം ഞാൻ പറയാം. ഇതുവരെയും ഞാൻ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവളായിരുന്നു. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഒരിക്കലും ഞാൻ നിങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കുകയില്ല. അച്ഛനിപ്പോ ഈ വിവാഹത്തെ എതിർക്കാനുള്ള കാരണം എന്നോടുള്ള സ്നേഹം മാത്രമാണെന്നും എനിക്കറിയാം. എന്റെ മനസ്സിലേക്ക് ആദ്യമായി കയറി വന്ന പുരുഷൻ മാഷാണ്. അവസാനമായും ഇനി അവിടേക്ക് മറ്റൊരാൾ വരില്ല. അതെ അച്ഛാ, അച്ഛന്റെ മോൾക്ക് ഒരു വിവാഹം ഉണ്ടെങ്കിൽ അത് മാഷോടൊപ്പം ആവും. അതും നിങ്ങളുടെ എല്ലാം പൂർണ്ണ സമ്മതത്തോടെ. ഇല്ലെങ്കിൽ മറ്റൊന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല. മാഷോ? എന്താ ശാലിനി, നീ ആകെ കോലം കെട്ടല്ലോ. മനസ്സിൽ കനലുകൾ എരിയുമ്പോ അങ്ങനെയല്ലേ? ഒക്കെ ശരിയാണ്. എന്നാലും മാഷിന്റെ മനസ്സിലെ ആർത്തലച്ചു വരുന്ന തിരകളുടെ ഇരമ്പൽ എനിക്ക് കേൾക്കാം. എന്റെ മനസ്സിനെ ഞാനെല്ലാം പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കഴിയുന്നില്ല. കഴിയണം മാഷേ. ശാലിനി, നിന്റെ തീരുമാനത്തിൽ മാറ്റമില്ല? ഇല്ല മാഷേ, എനിക്കാവില്ല.
അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയും മുഖത്ത് കരിവാരി തേച്ചിട്ട് എനിക്ക് മാഷോടൊപ്പം വരാനാവില്ല. അതുപോലെ എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് മാഷുമായി അല്ലാതെ മറ്റൊന്നുണ്ടാവില്ല. ഞാൻ കാത്തിരിക്കാം, ഈ ജന്മം തീരുവോളം. മാഷേ, ആ മോനായിരുന്നോ? ആ അമ്മേ, ഞാനൊരു വിവരം പറയാനാണ് വന്നത്. എന്താ മോനെ? ഞാൻ ഇവിടെ നിന്ന് താമസം മാറുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ മോനെ? എന്നായാലും വേണ്ടേ, അത് നേരത്തെ ആവുന്നതല്ലേ നല്ലത്. എങ്ങോട്ടാണ് പോകുന്നത്? വായനശാലയിൽ പിഷാരുടെ മാഷ് താമസിച്ചിരുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ആഹാരത്തിൻ്റെ കാര്യം എങ്ങനെയാ? എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കണം. പിന്നെ ഞാനൊരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ 1-2 മാസത്തിനുള്ളിൽ ശരിയായേക്കും. എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ തന്ന നാടാണിത്. പക്ഷേ ഇപ്പോൾ എനിക്കിവിടെ ശ്വാസം മുട്ടുകയാണ്. പോകണം, പോയേ മതിയാവൂ. ഇതാമ്മേ ഔട്ട് ഹൗസിൻ്റെ താക്കോൽ. മോനെ, ഏട്ടനായിരുന്നോ? എന്താ മോളെ കിടക്കുന്നത്? നിനക്ക് സുഖമില്ലേ? ഒന്നുമില്ല ഏട്ടാ. മോള് എന്താ ഇപ്പം ചിന്തിക്കുന്നത്? ഒന്നുമില്ല ഏട്ടാ. ശരത്തിനെ കുറിച്ചല്ലേ? അല്ല. പിന്നെന്താണ്? ഏട്ടൻ നാളെ അവധി കഴിഞ്ഞ് തിരിച്ചു പോവുമല്ലേ, അതേപ്പറ്റിയാ ചിന്തിച്ചത്. എത്ര വലിയ പ്രതിസന്ധിയായാലും ഏട്ടൻ അടുത്തുണ്ടെങ്കിൽ എനിക്ക് വലിയ ആശ്വാസാ. ഏട്ടൻ പോയാലും മുടങ്ങാതെ കത്തെഴുതാം. നീ സന്തോഷവതിയായിരിക്കണം. ഏട്ടൻ്റെ ആ പഴയ കുറുമ്പത്തി പാറുവാകണം. അതിനി കഴിയില്ല ഏട്ടാ. കഴിയണം. അതിന് ഏട്ടനൊരു വഴി പറയാം. എന്താ അത്? നീ ശരത്തിനൊപ്പം പോണം. ഏട്ടാ, നീ സന്തോഷവതിയായി കഴിയണം. എനിക്കത്രേ വേണ്ടൂ. വേണ്ട ഏട്ടാ, എനിക്കതിന് കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? എനിക്ക് മാഷിനോട് എത്ര സ്നേഹമുണ്ടോ അതിനേക്കാൾ അധികം സ്നേഹം അച്ഛനോടും അമ്മയോടും ഏട്ടനോടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാണക്കേടുണ്ടാക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല. എങ്കിൽ നമുക്ക് മറ്റൊരു നല്ല ആലോചന നോക്കിയാലോ? വേണ്ട ഏട്ടാ, ഇതിന്റെ ഉത്തരം ഞാൻ പലതവണ ഏട്ടനോട് പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ ഭാവം? ഒരു വ്യക്തിക്ക് ജീവിക്കാൻ വിവാഹം കൂടിയേ തീരൂ എന്നൊന്നുമില്ലല്ലോ. അതിനൊരു ഉദാഹരണമായിരുന്നില്ലേ പിഷാരടി മാഷ്? അദ്ദേഹത്തിന്റെ അവസാനകാലത്തെ വ്യഥകളെപ്പറ്റി എന്നോട് പറഞ്ഞ നീ തന്നെ ഇത് പറയണം. ആർക്കാണ് ഏട്ടാ വ്യഥകളില്ലാത്തത്? അതെന്തെങ്കിലും ആവട്ടെ, പെട്ടെന്നുണ്ടാകുന്ന ഏതെങ്കിലും വികാര വിക്ഷോഭങ്ങളുടെ പേരിൽ മോൾ അരുതാത്തൊന്നും ചെയ്യരുത്. ഇല്ല ഏട്ടാ, ഏട്ടന്റെ പാറു അത്രയ്ക്ക് സില്ലിയായ ഒരു പെൺകുട്ടിയാണെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? അല്ല, എൻ്റെ മോളും ഇടുക്കിയാണ്, ബോൾഡാണ്. എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. ഏട്ടൻ നാളെ പോയാൽ പിന്നെ എന്നാ വരിക? ഒരു 2 മാസം കഴിഞ്ഞ് ഒരു 15 ദിവസത്തെ ലീവ് കിട്ടുമെന്ന് നോക്കട്ടെ. സാവിത്രി ചേച്ചിയോ? ഓ, സാവിത്രി ചേച്ചി തന്നെ. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? എങ്ങനെയൊക്കെ? അല്ല, അന്യരെ പോലെ. അന്യരെ പോലെ പെരുമാറിയത് നിങ്ങളല്ലേ? ചേച്ചി, നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. ചേച്ചി വന്ന വിശേഷം പറയ്. അതെ, ഞാനിവിടെ താമസിക്കാനൊന്നും വന്നതല്ല. വന്ന കാര്യം പറഞ്ഞിട്ട് പോകാൻ തന്നെ വന്നതാ. വഴക്കിടാതെ കാര്യം പറയ് ചേച്ചി. എൻ്റെ മോൻ്റെ ഉത്തമൻ്റെ കല്യാണമാണ് വരുന്ന മാസം 18-ാം തീയതി രാവിലെ 10:15-നും 10:45-നും ഇടയിൽ. നല്ല കാര്യം. പെങ്കൊച്ച് എവിടെ ഉള്ളതാ ചേച്ചി? പട്ടണത്തിലെ വലിയ കോടീശ്വരനായ കേശവദാസിൻ്റെ മകൾ പൂർണ്ണശ്രീ. നന്നായി. ബിസിനസ്സുകാരനായ ഉത്തമന് ഒരു ബിസിനസ് കുടുംബത്തിൽ നിന്നുള്ള ബന്ധം തന്നെയാണ് നല്ലത്. നന്ദൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞു. അവൻ അവധി കഴിഞ്ഞ് പോയിട്ട് 2 ആഴ്ചയായി. പിന്നെ വേറെ എന്താ വിശേഷം? വേറെ എന്ത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഗംഗാധരൻ ചേട്ടൻ എവിടെ പോയി? കർഷകരുടെ ഒരു മീറ്റിംഗ് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ പോയതാ. ശാലിനി എവിടെ പോയി? അവൾ കോളേജിൽ പോയി. ശാലിനിയുടെ വിശേഷം നാട്ടുകാരൊക്കെ പറഞ്ഞറിഞ്ഞു. എന്ത് വിശേഷം?
ഇവിടെ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന ചെക്കനുമായി ലോഹ്യത്തിലാണെന്നും മറ്റും ചേച്ചി അസംബന്ധം പറയരുത്. നാട്ടുകാർക്ക് പറയാം. അവർ പറഞ്ഞത് എനിക്ക് പറഞ്ഞുകൂടാ. ഇതെന്തൊരു കൂത്ത്? ആ കൊച്ചൻ ഇവിടുത്തെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ മോനാ. നല്ല കൊച്ചനാ. ഞങ്ങളാണ് ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നത്. അവരുടെ നാളുകൾ ചേരില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. നാട്ടുകാര് എന്ത് നാട്ടുകാര്? നാട്ടുകാരൊന്നും പറഞ്ഞില്ല. പറയുന്നത് ചേച്ചിയാണ്. ചേച്ചി വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ കാര്യം കഴിഞ്ഞല്ലോ. ഇനി ചേച്ചിക്ക് പോകാം. അതേടി, ഞാൻ ഇറങ്ങുക. ഇനിയൊട്ട് ഈ പടി കയറിയേയില്ല. ഓ ആയിക്കോട്ടെ. ശാലിനി, എന്താ മാഷേ? നമുക്കും വിട പറയാൻ നേരമാവുന്നു അല്ലേ ശാലിനി? ഇതേ മഞ്ചാടിക്കുന്നിൻ നെറുകയിൽ വെച്ചാണ് നമ്മുടെ ഉള്ളിലെ പ്രണയത്തെ നാം തിരിച്ചറിയുന്നതും പരസ്പരം പങ്കുവെക്കുകയും ചെയ്തത്. അതെ, അതേ മഞ്ചാടി കുന്നിൻ നെറുകയിൽ വെച്ച് തന്നെ നാം പിരിയുകയാണ്. മാഷേ, നാളെ വൈകിട്ട് 4:10 ട്രെയിനിൽ ഞാൻ മടങ്ങുകയാണ് ശാലിനി, ഈ ഗ്രാമത്തിൽ നിന്ന് എന്നേക്കുമായി. മാഷിന് ഇതെങ്ങനെ ഇത്ര അനായാസമായി പറയാൻ കഴിയുന്നു? അപ്രിയ സത്യങ്ങളും പറഞ്ഞല്ലേ മതിയാവൂ. അപ്പൊ ജോലി? ഞാൻ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിരുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. ഇന്നലെ അത് അനുവദിച്ച് ഉത്തരവ് വന്നു. എവിടേക്കാ? പട്ടാമ്പിക്ക്. 10 ദിവസത്തിനുള്ളിൽ അവിടെ ജോയിൻ ചെയ്യണം. മധ്യ തിരുവിതാംകൂറിന്റെ മനോഹരമായ ഗ്രാമക്കാഴ്ചകളും ഈ പാവം പെണ്ണിന്റെ മുഖവും ഇനി പതിയെ വിസ്മൃതിയിലേക്ക്, അല്ലേ? അല്ല, അതിന് ഈ ജന്മം എനിക്ക് കഴിയില്ല ശാലിനി. ഇനി നമ്മൾ കാണുമോ മാഷേ? എനിക്കറിയില്ല ശാലിനി, എനിക്കറിയില്ല ശാലിനി. ഉം. പല പ്രാവശ്യം ഞാൻ ചോദിച്ചതാണ്. അപ്പോഴെല്ലാം നീ അതിന് ഉത്തരം തന്നതുമാണ്. എങ്കിലും അവസാനമായി ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, നിനക്ക് എൻ്റെ കൂടെ വന്നുകൂടെ? അതിനുത്തരവും മാഷ് തന്നെ പറഞ്ഞല്ലോ. എനിക്കാവില്ല മാഷേ. നമ്മുടെ സ്നേഹത്തോടൊപ്പം നിൽക്കാൻ കഴിയാതെ വെന്ത് നീർന്ന എൻ്റെ അച്ഛനെയും അമ്മയെയും ഏട്ടനെയും ഉപേക്ഷിച്ചിട്ട് എനിക്ക് വരാനാവില്ല മാഷേ. ശാലിനി, ആകാശത്തിന് തീപിടിച്ച പോലെ പൂത്തുലഞ്ഞു കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനിലെ വാഗമരത്തിന്റെ ചുവട്ടിലെ സിമന്റ് ബെഞ്ചിൽ നാളെ ഞാൻ കാത്തിരിക്കുന്നുണ്ടാവും. വൈകിട്ട് 4:10 ഒരു യാത്രയ്ക്ക് വെമ്പുന്ന മനസ്സുമായി നിന്റെ വരവിനായി ഞാൻ കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങ് ദൂരെയുള്ള വളവിനപ്പുറം ട്രെയിനിന്റെ ചൂളം വിളി ഉയരും വരെ എനിക്കറിയാം ശാലിനി വരും. മാഷേ, വരാതിരിക്കില്ല. ഈ ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ എത്തിയിട്ടല്ലേ എനിക്ക് പോവേണ്ട വണ്ടി വരൂ. അതിനിടയിൽ ഒരുപക്ഷെ ശാലിനി വന്നില്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? എനിക്കറിയില്ല. ആ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി വരുന്നത് ശാലിനിയല്ലേ? അത് ശാലിനിയല്ലല്ലോ. സമയം നീങ്ങുന്നില്ലല്ലോ. വാച്ചിൻ്റെ സൂചികൾക്ക് കൊച്ചിൻ്റെ വേഗതയാണോ? മോനെ ശരത്തെ. ഗംഗാധരൻ മാമനോ? അതേടോ, ഞാൻ തന്നെ. താൻ പോവുകയാണ് അല്ലേ? അതെ. പോകുന്നതിന് മുമ്പ് വീട്ടിലേക്ക് വരുമെന്ന് ഞാൻ കരുതിയിരുന്നു. ക്ഷമിക്കണം, വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. അതിന് കാരണക്കാരൻ ഞാനും അല്ലേ? ഞാൻ എന്തുകൊണ്ട് നിങ്ങളുടെ വിവാഹത്തിനെതിരായി എന്ന് ഇന്ന് തനിക്ക് മനസ്സിലാവില്ല. താനും ഒരു പിതാവായി സമാന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു നാൾ വന്നാൽ ഒരുപക്ഷെ അന്ന് മനസ്സിലായേക്കും മകളെ ജീവന് തുല്യമോ അതിലേറെയോ സ്നേഹിക്കുന്ന ഒരച്ഛൻ്റെ വേദന. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഒക്കെ ഞങ്ങളുടെ വിധിയായിരിക്കും. എനിക്കങ്ങനെയും ആശ്വസിക്കാനാവുന്നില്ല. വിവാഹത്തിന് സമ്മതിച്ചാൽ ഏത് നിമിഷവും എൻ്റെ മകളെ തേടി വരുന്ന മരണത്തെ പ്രതീക്ഷിച്ചിരിക്കാം. വിവാഹത്തെ എതിർത്താൽ അനുനിമിഷം എരിഞ്ഞടങ്ങുന്ന ഒരു നെയ്ത്തിരിയുടെ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കാം. രണ്ടായാലും അതൊരച്ഛൻ്റെ ആത്മാവിൻ്റെ മരണമാണ്. മാമാ. അതേടോ, എനിക്ക് മനസ്സിലാകും തൻ്റെ വേദനകളെയും. അത് എനിക്കൊപ്പം തുടരട്ടെ. അങ്ങനെ തുടർന്നാൽ ഒരുപക്ഷെ എൻ്റെ മോളെ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ നഷ്ടമായേക്കാം. മാമൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനും മാറുകയാണടോ. തൻ്റെ ജാതകത്തിലെ പുനർവിവാഹ യോഗത്തെ ഞാൻ അതിൻ്റെ വഴിക്ക് വിടുന്നു. എനിക്കെൻ്റെ മോളെ വേണം.
സന്തോഷവതിയായി തന്നെ. അവൾ എത്ര നാൾ ജീവിച്ചു എന്നതിലല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് കാര്യം. താനില്ലാതെ അവൾക്ക് ജീവിക്കാനാവില്ലടോ. മാമ, ഇന്നലെ രാത്രിയിൽ അവളുടെ മുറിയിലേക്ക് ഞാൻ കയറി ചെല്ലാൻ ഒരു നിമിഷാർത്ഥം കൂടി വൈകിയിരുന്നെങ്കിൽ ഇന്നവൾ ജീവനോടെ നമ്മോടൊപ്പം ഉണ്ടാവുമായിരുന്നില്ല. മാമ, എനിക്ക് അവളെ കാണണം. അവളെവിടെ? ഇല്ല, അവൾക്കൊന്നും പറ്റിയിട്ടില്ല. ദാ പ്ലാറ്റ്ഫോമിന്റെ അങ്ങേയറ്റത്തേക്ക് നോക്ക്, അവൾ വരുന്നു. എന്നാലും എന്റെ മോളെ നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് വയ്യ മാഷെ, മാഷില്ലാതെ ജീവിക്കാൻ എനിക്ക് വയ്യ. ശല്ലി, അപ്പോ നമ്മൾ പോവുകയല്ലേ മക്കളെ? എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്, തൻ്റെ ഔട്ട് ഹൗസിലേക്ക്. ഞാൻ ദാമുവിനോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. മറ്റന്നാള് അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരും, നിങ്ങളുടെ വിവാഹ തീയതി നിശ്ചയിക്കാനായി. ട്രെയിൻ വന്നു. ആ ട്രെയിൻ പൊക്കോട്ടടോ. അല്ലെങ്കിൽ തന്നെ തൻ്റെ കയ്യിൽ ഒരു ടിക്കറ്റ് മാത്രമല്ലേ ഉള്ളൂ. ഇനി അത് പോരല്ലോ. നിങ്ങൾ നടക്കു മക്കളെ. സ്റ്റേഷന് പുറത്ത് കുഞ്ഞനന്തൻ കാറുമായി കാത്തു നിൽപ്പുണ്ട്. ശാലിനി, മാഷെ, ഇനി യാത്ര ഒരുമിച്ച്. നിലാവ് വീണലിഞ്ഞ വീഥികൾ. എ ശശിധരമേനോൻ പല്ലാരിമംഗലം എഴുതിയ നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ശാലിനി സിനി സുനിൽ, ശരചന്ദ്രൻ സന്തോഷ് വെഞ്ഞാറമൂട്, ഗംഗാധരൻ നായർ അനിൽ ആറ്റിങ്ങൽ, ഭഗീരഥിയമ്മ ചന്ദ്രിക വിജയൻ, പിഷാരടി മാഷ് സുരേഷ് പഴവീട്, നന്ദകുമാർ രാജാനന്ദ് പി, രാമൻ നായർ പുനലൂർ ചിത്രൻ, സാവിത്രിയമ്മ അരൂർ ശ്രീദേവി. സംവിധാനം റൂബി ബാബു. സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതുകൽ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.